ഫെബ്രുവരി 17 വിപ്രവാസ കന്യക. അവർ ലേഡി ഓഫ് ദ എക്സൈൽ, ബ്രസീൽ 1623 സംഭവമാണ് ഇതിന് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. സ്ഥലവാസികൾ പറയുന്നതനുസരിച്ച് 1673 ഫെബ്രുവരി 17 വടക്കൻ ബ്രസീലിലെ സാന്റ കാറ്ററീന ദ്വീപിലെ പട്ടണമായ നോസ സെൻഹോറ ഡ്യൂ ഡെസ്റ്റോറ കണ്ടുപിടിച്ചത് ഭാഗ്യാന്വേഷിയായ സാവോ പള്ളിയിലെ ഫ്രാൻസിസ്കോ ഡയസ് വിൽഹു ആണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും 2 ജെസ്യൂട്ട് വൈദികരും ഏതാനും ബ്രസീലിയൻ വംശജരും നൂറുകണക്കിന് ഇന്ത്യൻ ജോലിക്കാരും അവിടം കൈവശപ്പെടുത്തുകയും അവരുടെ താമസത്തിന് ശേഷമാണ് ഇപ്പോഴുള്ള പട്ടണമായ ഫ്ലോറിയാനോപോളിസ് വളർന്നതും പള്ളിയിൽ നിന്നും കത്തീഡ്രലായി മാറിയതും. നാടുകടത്തപ്പെട്ടവരുടെ അമ്മയുടെ മധ്യസ്ഥതയാൽ പട്ടണത്തെ നാമകരണം ചെയ്യുകയും എല്ലാ വർഷവും ഈ ദിവസം ആഘോഷമായി ആചരിക്കുകയും ചെയ്യുന്നു. തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ഒരു കൊത്തുപണി ചിത്രം കത്തീഡ്രൽ ഉണ്ട്. ഇറ്റലിയിലെ ഡെമറ്റിസ് വർക്ക്ഷോപ്പുകാർ ലിൻ മരത്താൽ കൊത്തിയ ഈ രൂപം 1902 മെയ് 30 ആശീർവദിക്കപ്പെട്ടു. നിരവധി അത്ഭുതങ്ങൾ ഇന്നും അവിടെ നടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, രോഗത്താൽ വലഞ്ഞിരിക്കുന്ന അവസ്ഥകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകൾ, സാമ്പത്തികമായി അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ എന്ന്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.